ഹായ്, ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ കുറച്ച് കലാവിരുതുകളും കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ വീടാണ്. വീട്ടിൽ ഞാൻ വീട് പണി നടക്കുന്ന സമയത്ത് ഒരുപാട് കലാപരമായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ആർട്ട് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കൂടെ പരിചയപ്പെടാം. ഒന്നാമത്തെ സാധനം ഈ ലൈറ്റാണ്. ഇത് മോർഫിസ് എന്ന ബ്രാൻഡിൻ്റെ ബ്രാൻഡ് കുപ്പിയില്ലേ, അതിൻ്റെ അടിഭാഗം കട്ട് ചെയ്തിട്ടുണ്ടാക്കിയ ലൈറ്റാണ്. ചൂട് അടുത്തേക്ക് കാണിക്കാം. ഈ കുപ്പി കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്തു. എന്നിട്ട് അതിനൊരു ഫ്രെയിം അടുപ്പിച്ചു. അതായത് ഇരുമ്പിൽ ഫ്രെയിം ഉണ്ടാക്കി അതിലേക്ക് അറ്റാച്ച് ചെയ്യുക ചെയ്തേക്കുന്നത്. മേൽഭാഗത്ത് ഈ നമ്മൾ പൈപ്പിനൊക്കെ ഉപയോഗിക്കുന്ന എൻഡ് ക്യാപ്പ് ഇട്ടിട്ട് അതിൻ്റെ മേലെ ചാക്കുനൂല് ചുറ്റിയിട്ട് അത് ഒരു ഭംഗിയാക്കി എടുത്തു. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് വൈറ്റ് കളറ് നമ്മുടെ 0 വോൾട്ടാണ്. ഇതുപോലെ എല്ലാ തൂണിലും ഉണ്ട്. ഈ വീടിൻ്റെ മുൻഭാഗത്തായിട്ട് 6 തൂണുണ്ട്. 6 തൂണിലും ഈ ലൈറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ നെയിം ബോർഡ്, വീട്ടുപേര് എഴുതി വെച്ചേക്കുന്ന നെയിം ബോർഡ്, ഇത് വീട്ടിലെ പഴയൊരു വാതിലിൻ്റെ മേൽഭാഗത്തുണ്ടായിരുന്ന ഒരു പീസ്, മരത്തിൻ്റെ പീസായിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ വീടിൻ്റെ പേരൊക്കെ എനിക്ക് വേണ്ട രീതിക്കുള്ള ഫോണ്ടിൽ എഴുതിയിട്ട് ഒരു കടയിൽ കൊടുത്ത് ഇത് അതേപോലെ കട്ട് ചെയ്ത് എടുക്കുക ചെയ്തത്. ഇതൊരു ചങ്ങലയിൽ മേലെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈറ്റും വെച്ച് ഈ പേരെല്ലാം അവിടെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. പിന്നെ നമ്മുടെ വീട്ടിലുള്ള വേറൊരു സാധനമാണ് ഈ കിളിക്കൂട്. ഇവിടെ ഞങ്ങൾക്ക് മുന്നിൽ മാവുണ്ട്. മാവിൻ്റെ മുകളിലൊക്കെ നിറയെ കുഞ്ഞി കിളികൾ വരും, ഈ അടക്കാക്കുരുവി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവർ താമസിച്ചോട്ടെ എന്ന് കരുതി ഞാൻ ഉണ്ടാക്കി വെച്ച സാധനമാണ്. പക്ഷേ കുരുവികളൊന്നും ഇതുവരെ ഇതിൽ താമസിക്കാൻ വേണ്ടി വന്നിട്ടില്ല. ഇത് ശരിക്കും ഒരു ഫുൾ തേങ്ങ പൊളിച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ചകിരി അതിൽ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക ചെയ്തത്. അകത്തേക്ക് വരികയാണെങ്കിൽ ഈ വീട്ടിലെ ഏറ്റവും വലിയൊരു പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് സിമൻറ്റ് ചെയ്താണ്. മ്യൂറൽ പെയിൻറ്റിംഗ് ആണ്. രാധാമാധവ് എന്ന് പറഞ്ഞിട്ടുള്ള ശ്രീകൃഷ്ണൻ്റെ മ്യൂറൽ പെയിൻറ്റിംഗ് ആണിത്. ഇത് നമ്മൾ ഈ ക്ലാവ് പിടിച്ചേക്കുന്ന ഓട്ടിൻ്റെ കളറിലാണ് ഞാൻ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇത് സിമൻറ്റിൽ ചെയ്തതിന് ശേഷം ഇങ്ങനെ കട്ടിങ് നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക ചെയ്തേക്കുന്നത്. കർവ് ചെയ്തു. എന്നിട്ട് അതായത് ആ രൂപം നമ്മൾ ആദ്യം ഇതിൽ വരച്ചെടുത്തു, സിമൻറ്റിൽ വരച്ചെടുത്തു. എന്നിട്ട് അതിന് ശേഷം മറ്റേ കട്ടിങ് നൈഫുണ്ട്, പെയിൻറ്റിങ് നൈഫുണ്ട്, അത് വെച്ചിട്ട് ചെറുതായി കട്ട് ചെയ്തെടുത്തു. അതിൻ്റെ അതിൽ 3 ലൈറ്റും കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ മെറ്റാലിക് കളറ് ബ്രൗൺ മെറ്റാലിക് അടിച്ചിട്ട് ശേഷം അതിൻ്റെ മേലെ ബ്ലാക്ക് മെറ്റാലിക് അതിൻ്റെ മേലെ കോട്ടിങ് ചെയ്തു. പിന്നെ ഉള്ളൊരു സാധനമാണ് നമ്മൾ ഈ കഥകളി. പിന്നെ കുപ്പിയിൽ കുറേ ഐറ്റംസ് ചെയ്തിട്ടുണ്ട്. ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ചെയ്ത സാധനങ്ങളൊക്കെയാണിത്. ഇത് വീട്ടിലൊരു കൂജ ഉണ്ടായിരുന്നു. കൂജയിൽ ഒരു പെയിൻറ്റിങ് വെച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് തന്നെ ഉണ്ടാക്കിയ കുറച്ച് മറ്റ് ബോട്ടിൽ ആർട്ടുകളൊക്കെയാണ്. ആക്ച്വലി ഇതിൽ ഞാൻ വേറെ കുറേ ഐറ്റംസ് വെക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. സമയമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഓരോന്ന് നിലവിലുണ്ടാക്കി അവിടെ വെച്ചെന്ന് മാത്രം. പിന്നെ കുറേ അക്രിലിക് പെയിൻറ്റിങ്സ് ഉണ്ട്. TV റൂമിൻ്റെ ഭാഗത്തായിട്ട് 4ഓളം അക്രിലിക് പെയിൻറ്റിങ്സ് ഉണ്ട്. ഇത് ക്ലേയിൽ ചെയ്തേക്കുന്ന അക്രിലിക് പെയിൻറ്റിംഗ് ആണ്. ക്ലേ ചെയ്തിട്ട് അതിൽ മെറ്റാലിക് പെയിൻറ്റിങ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. ഗ്രീൻ മെറ്റാലിക്കിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതെൻ്റെ ഒരു മാസ്റ്റർ പീസ് പെയിൻറ്റിംഗ് ആണ്. കുറേ മുമ്പ് ചെയ്തൊരു പെയിൻറ്റിംഗ് ആണത്. ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചു. ഇത് ക്യാൻവാസിലാണ് ചെയ്ത്. പിന്നെ അച്ചമ്മയുടെ ഒരു ഫോട്ടോ വരച്ചത്, ഇത് കുറേ മുമ്പ് വരച്ചതാണ്. അത് ഞാൻ ഫ്രെയിം ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ അലമാരിയിലുണ്ടായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത് ഞാൻ പുറത്തേക്ക് തൂക്കി വെച്ച്. പിന്നെ ഇതെൻ്റെ കോളേജല്ല, സ്കൂളിൽ +2 പഠിക്കുമ്പോഴുള്ള ഫോട്ടോ ആണ്. വലതുഭാഗത്ത് മേലെയുള്ള ഞാൻ ഈ ഫോട്ടോസൊക്കെ ഞാനിവിടെ ഷോക്കേസിൽ വെച്ചിട്ടുണ്ട് ഇടയ്ക്ക് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിൻ്റെ ഒരു ഫോട്ടോ അതിൻ്റെ താഴെയിട്ട് വെച്ചിട്ടുണ്ട്. 2008-2009 കുന്നമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ് ബാച്ച് എന്നുവെച്ചാൽ റിട്ടയർ ആയപ്പോൾ കിട്ടിയ മൊമെൻറ്റം. പിന്നെ ഞങ്ങൾ പഴയ തറവാട് വീട്, ഈ വീടുണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഉണ്ടായിരുന്ന തറവാട് വീട്, ഈ വീടെന്ന സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നത്. അതിൻ്റെ മിനിയേച്ചറാണ് ഇത്. കാർഡ്ബോർഡിലുണ്ടാക്കിയിട്ട് കോട്ടൺ ക്ലോത്ത് ഫെവിക്കോൾ വെച്ചിട്ട് പേസ്റ്റ് ചെയ്തിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. പിന്നെ മറ്റൊരു ബോട്ടിൽ ആർട്ടാണ്. ഇതും പറഞ്ഞ പോലെ ലോക്ക്ഡൗൺ സമയത്ത് ഉള്ള കലാപരിപാടികളിലൊന്നാണിത്. പിന്നെ പൃഥ്വിയുടെ ഒരു പെയിൻറ്റിംഗ് ഉണ്ട്, പെൻസിൽ ഡ്രോയിങ്. പിന്നെ അത് അനിയത്തി വരച്ചൊരു ചിത്ര. പുള്ളിക്കാരി ഒരു വട്ടം എനിക്കൊരു ഗിഫ്റ്റ് വരെ തന്നതാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ. പിന്നെ ഇത് ഒരു
ബ്രാൻഡ് കുപ്പി ഞാൻ ഇതിന് മുഖഭാഗം പൊട്ടിപ്പോയായിരുന്നു. അപ്പോൾ ഞാനതൊരു ഭരണിയുടെ ലുക്ക് കിട്ടിയ സമയത്ത് അതിന് കുറച്ചൊരു പഴമ തോന്നുന്ന രീതിയിൽ ഈ പണ്ടൊക്കെ അച്ചാറൊക്കെ ഇട്ട് വയ്ക്കുന്ന ഭരണിയില്ലേ, അതുപോലെ ഉണ്ടാക്കിയെടുത്താണ്. അത് അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ളൊരു സാധനമാണ്. പിന്നെ ഇവിടെ ഓൾഡ് മങ്കിൻ്റെ മുകളിലൊരു കഥകളി ചെയ്തിട്ടുണ്ട്. പിന്നെ നിവിൻ പോളിയുടെ ഒരു പിക്ചർ, ഇതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരയ്ക്കുന്ന പിക്ചേഴ്സ് അങ്ങനെ ഒരു ബുക്സിലാണ് ചെയ്യുന്നത്. അതെടുത്തിലൂടെ കൊണ്ട് പിക്ക് ചെയ്തൊക്കെ ചെയ്ത്. പിന്നെ ഈ മരത്ത് ചെയ്തേക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു, അത് കേടായിപ്പോയി സംഭവം. പിന്നെ ജീപ്പ്, ഇത് പണി കഴിഞ്ഞിട്ടില്ല, ഇതിലിനി പണിയാനുണ്ട്. ഫുള്ളായി പേപ്പറിലുണ്ടാക്കിയിരിക്കുന്ന ജീപ്പാണ്. പിന്നെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, മമ്മൂട്ടിയുടെ പുതിയ പടം ബ്രഹ്മയുഗത്തിലെ ആ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഞാൻ വരച്ചതാണ്. ഇത് ഇതേപോലെ പേപ്പറിൽ വരച്ചു, ഇതുപോലെ ഷോ കേസിലും കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഇത് കാണുമ്പോൾ ഒരു രസമാണ്. ആക്ച്വലി ഞാൻ റീസെൻ്റ്ലി വരച്ച ചിത്രമാണത്, 3-4 മാസമായ ചിത്രം വരച്ചിട്ട്. അങ്ങനെ പിന്നെ ഇതെൻ്റെ വൈനിൻ്റെ കുപ്പി കളക്ഷൻസാണ്. ഏകദേശം 4-5 വർഷം പഴക്കമുള്ള വൈനുകളാണ്. അപ്പം ഇത് ആൾക്കാർ വന്ന് തന്നെ എടുത്ത് കളിക്കും, അതുകൊണ്ട് അവിടെ ഡോണ്ട് ടച്ച് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കുറച്ച് പെയിൻറ്റിങ്സ്, സ്കൂളിൽ പഠിക്കുമ്പോൾ ഫോട്ടോസ്, എൻജിനീയറിങ്ങിന് പഠിക്കുമ്പോഴുള്ള കോളേജിൽ കന്യാകുമാരി ടൂർ പോയപ്പോൾ എടുത്ത ഫോട്ടോ, പിന്നെ എൻ്റെ മറ്റൊരു പെയിൻറ്റിങ്, പിന്നെ കുഞ്ഞിലെയുള്ള ഫോട്ടോയും കളിപ്പാട്ടങ്ങളൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതൊരു ഗാന്ധിജിയുടെ ചിത്രം വരച്ചായിരുന്നു, പഞ്ചവനത്തയുടെ രൂപമുള്ളൊരു ഗാന്ധിജി ചിത്രം. വീട്ടിലെ സൺറൂഫാണ്. ഇതിപ്പോൾ വെയിൽ കൂടിയിട്ട് അമ്മ അത് മേലെ അടച്ച് വെച്ചേക്കുക തുണി വെച്ചിട്ട്, വെയിലധികം അടിക്കാണ്ടിരിക്കുക. പിന്നെ ഇത് ഏട്ടൻ്റെ വൈഫ് ചെയ്തതാണ്, ഒരു നെറ്റിപ്പട്ടം വീട്ടിൽ കൂടുതലിന് ഒരു ഗിഫ്റ്റ് തന്നായിരുന്നു, നല്ല ഭംഗിയൊക്കെയാണ്. പിന്നെ സ്റ്റെയർ കേസിൽ ഞാൻ രാജാരവിവർമ്മയുടെ പെയിൻറ്റിങ്സിൻ്റെ ഒരു കളക്ഷൻ ചെയ്തിട്ടുണ്ട്. ഇത് പുന്ന എലിസബത്ത് ഹൗസ് എന്ന സിനിമ പുള്ളിക്കാരി ഷീമാട്ടിക്ക് വേണ്ടി ചെയ്തൊരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു ഈ രവിവർമ്മ പെയിൻറ്റിങ്സിൻ്റെ. അപ്പോൾ അതിൻ്റെ റെഫർ ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് പറഞ്ഞിട്ട് ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് ചെയ്തത്. കാരണം വീട് പണിയുടെ കുറേ ഭാഗങ്ങൾ നടന്നിരുന്ന ലോക്ക്ഡൗണിൻ്റെ സമയത്തായിരുന്നു. അന്ന് പ്രിപ്പയർ ചെയ്ത ചിത്രങ്ങൾ അതൊക്കെ. പിന്നെ ഇവിടെ വേറെ ഒരു ചിത്രമുണ്ട്, കുറച്ചൊരു കണ്ട പേടിയാവുന്ന രീതിക്കുള്ളൊരു സാധനം ഞാൻ നേരെ വെച്ചേക്കുന്നത്. ഇത് നമ്മൾ തെയ്യും നമ്മളെ മുത്തപ്പനെ ഒന്നിച്ചുള്ളൊരു കോമ്പിനേഷൻ. ഇത് ശരിക്കും ഞാൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടൊരു ചിത്രമായിരുന്നു. ഒരു വട്ടം കണ്ണൂർ പോയി വരുന്ന സമയത്ത് കണ്ടപ്പോൾ ഞാൻ ഫോട്ടോ എടുത്ത് വന്നിട്ട് ഇവിടെ വന്നിട്ട് അത് എൻ്റേതായ രീതിയിൽ റീക്രിയേറ്റ് ചെയ്യുക ചെയ്തത്. ഇത് അത്യാവശ്യം ഭയങ്കര പേടിയാവും കാണുമ്പോൾ തന്നെ, അങ്ങനത്തെ ഒരു ചിത്രം. എൻ്റെ ബെഡ്റൂമാണ്. ഇവിടെ ഞാനൊരു 3 പെയിൻറ്റിങ്സ് വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഇതിന് പകരം ഒരു വലിയ മ്യൂറൽ പെയിൻറ്റിങ് വെക്കാൻ വേണ്ടിയുള്ള സ്പോട്ടാണ്. അപ്പോൾ എനിക്ക് സമയം കിട്ടാതെ കൊണ്ട് നിലവിൽ വരച്ചേക്കുന്ന 3 പെയിൻറ്റിങ്സ് അവിടെ പ്ലഗ് ചെയ്ത് വെച്ചെന്ന് മാത്രം. ആ പോയിൻറ്റ്സിൽ നല്ല രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി 3 പെയിൻറ്റിങ്സും. അങ്ങനെ സിമ്പിളായിട്ട് ചെയ്തേക്കുന്ന 3 പെയിൻറ്റിങ്സാണ്. പിന്നെ അതെൻ്റെ എൻജിനീയറിങ് കാലഘട്ടത്തിൽ ബുക്സാണ്, എല്ലാ ബുക്സും ഉണ്ട്. നൊസ്റ്റാൾജിയായിട്ട് ഇവിടെ എടുത്ത് വെച്ചേക്കുക, എല്ലാ ബുക്കും ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് നോക്കും ഇതൊക്കെ. പിന്നെ കുറച്ച് എവിടെയും വെക്കാത്ത കുറച്ച് പെയിൻറ്റിങ്സ് ഉണ്ട്. ഇതൊക്കെ പണി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഷെൽഫിൽ, എൻ്റെ ബെഡ്റൂമിൽ ഷെൽഫിൽ ഇങ്ങനെ വെച്ചേക്കുവാണ്. പിന്നെ എൻ്റെ കുറച്ച് പെയിൻറ്റിങ് ഐറ്റംസൊക്കെ ഉണ്ട്. എൻ്റെ ടൂൾസ്, ഇത് മറ്റേ റോളാണ്, മറ്റേ നമ്മുടെ ക്യാൻവാസിൻ്റെ റോള്, മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ ഉൽപ്പന്നങ്ങളൊക്കെയാണ്, അതായത് മറ്റേ കളേഴ്സും കാര്യങ്ങളൊക്കെ. അത് ഞാനെല്ലാം പെട്ടിയിൽ വെച്ച് സൂക്ഷിച്ച് വെക്കുക. ഞാൻ എപ്പോഴും വീട്ടിലില്ലാത്തതുകൊണ്ട് ഇത് പിള്ളേരൊക്കെ എടുത്ത് കളിച്ചാലൊക്കെ വലിയ പാടാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ എടുത്ത് വെച്ചേക്കുവാണ്. പിന്നെ ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, എൻ്റെ പഴയ വാട്ടർ ബോട്ടിലിൻ്റെ പെട്ടി കേട്ടോ. പണ്ട് മാമൻ ഗൾഫിൽ നിന്നുള്ളത് വാട്ടർ ബോട്ടിലാണ്. ഇതിൻ്റെ അകത്ത് ക്ലേ വെച്ചേക്കുവാണ്, ക്ലേ മോഡലിങ്ങുള്ള. പിന്നെ ഇത് ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് കളർ മിക്സ് ചെയ്യുന്ന പാലറ്റ്, അതിൻ്റെ വെള്ളം എടുക്കുന്ന പാത്രം. കുറച്ചായി ചിത്രമൊക്കെ വരച്ചിട്ട്, അപ്പോൾ അതുകൊണ്ടെല്ലാം ഡ്രൈ ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ. എല്ലാവരും വീഡിയോ ഒക്കെ കാണുക. ഈ ചുമരിൽ വെച്ചേക്കാൻ ചിത്രങ്ങൾക്കൊക്കെ ഉള്ള വീഡിയോസ് യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്, ഞാൻ ലിങ്ക് ഇതിൽ അറ്റാച്ച് ചെയ്തേക്കാം. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.